ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശർമ്മ ജിസ്മിയുടെ കഥാമൃതം പ്രോഗ്രാമിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാനൊരു കഥ പറയാം. ഒരിക്കൽ ഒരാശ്രമത്തിൽ ഒരു അവിവാഹിതനായ ചെറുപ്പക്കാരൻ സന്യാസിയെ കാണുവാൻ വേണ്ടി എത്തി. സന്യാസി എന്താണ് കാര്യമെന്ന് തിരക്കി. അപ്പോൾ ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, എനിക്ക് കുടുംബജീവിതത്തിൽ വലിയ താല്പര്യമൊന്നുമില്ല, അതുകൊണ്ട് സന്യാസിയാകണമെന്നാണ് എൻ്റെ വളരെ കാലത്തെയുള്ള ആഗ്രഹം. അതുകൊണ്ട് അങ്ങനെ ശിഷ്യനായി സ്വീകരിച്ച് എനിക്ക് മന്ത്രദീക്ഷ തന്ന് അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു. സന്യാസി കണ്ണുകളടച്ച് കുറച്ചു നേരം മൗനമായിരുന്നു. എന്നിട്ട് ആ ചെറുപ്പക്കാരോട് പറഞ്ഞു, ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം. ഇപ്പോൾ ഗൃഹസ്ഥാശ്രമത്തിലുള്ള കാലമാണ്. ഒരു വിവാഹമൊക്കെ കഴിച്ച് കുടുംബപരമായിട്ട് ജീവിതത്തിന് ശേഷം ഒരു മകനുണ്ടാകുമ്പോൾ ആ മകൻ വളർന്ന് ആ മകനെ കുടുംബത്തിൻ്റെ ചുമതലയൊക്കെ ഏൽപ്പിച്ച ശേഷം വാനപ്രസ്ഥം സ്വീകരിക്കുക, അതിനുശേഷം സന്യാസം സ്വീകരിക്കുക. അതുപോരാ ഗുരു, എനിക്ക് കുടുംബജീവിതത്തോട് ഒരു താല്പര്യമില്ല. എനിക്ക് എത്രയും പെട്ടെന്ന് ഒരു സന്യാസിയായാൽ മതി. ആ ചെറുപ്പക്കാരൻ്റെ തീവ്രമായിട്ടുള്ള ആഗ്രഹം പരിഗണിച്ച് ആ സന്യാസി വര്യൻ പറഞ്ഞു, ശരി എങ്കിൽ 1 മാസം കഴിഞ്ഞിട്ട് വരൂ. കൃത്യം 1 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ആ ചെറുപ്പക്കാരൻ ആശ്രമത്തിൽ വന്നു. എന്താ, സന്യാസ്യമൊക്കെ ഉപേക്ഷിച്ചിട്ട് ഗൃഹസ്ഥാശ്രമമായി ജീവിക്കാൻ തീരുമാനിച്ചല്ലേ? സന്യാസി ചോദിച്ചു. ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇല്ല, എനിക്ക് സന്യാസി തന്നെ ആവണം, അങ്ങനെ അനുഗ്രഹിക്കണം. അപ്പോൾ ആ ഗുരു പറഞ്ഞു, ശരി എങ്കിൽ ഏറ്റവും അടുത്തൊരു മുഹൂർത്തത്തിൽ നിനക്ക് നാം മന്ത്രദീക്ഷ നൽകുന്നതാണ്. അങ്ങനെ ആ ചെറുപ്പക്കാരൻ അന്ന് തിരിച്ചുപോയി. ഏറ്റവും അടുത്ത ഒരു ശുഭമുഹൂർത്തത്തിൽ സന്യാസി ആ ചെറുപ്പക്കാരന് മന്ത്രോപദേശമൊക്കെ കൊടുത്തു. സന്യാസിയുടെ നിഷ്ഠകളൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ദിവസങ്ങൾ, മാസങ്ങൾ കടന്നുപോയി. ഏകദേശം 1 വർഷത്തോളം ഒരു കുഴപ്പമില്ലാതെ അങ്ങനെ പോയി. ഏകദേശം 1 വർഷം കഴിഞ്ഞപ്പോൾ ഗുരുവായ സന്യാസി ആ യുവാവായ സന്യാസിയെ അരികിൽ വിളിച്ച് പറഞ്ഞു, ഞാനും ശിഷ്യന്മാരും കൂടെ ദീർഘമായ ഒരു തീർത്ഥാടനത്തിൽ പുറപ്പെടുകയാണ്. 4-5 വർഷം കഴിഞ്ഞ് തിരികെ വരികയുള്ളൂ. അതുകൊണ്ട് ആശ്രമത്തിൻ്റെ എല്ലാ ചുമതലകളും നീ വഹിക്കണം. ഇവിടുത്തെ പൂജകളും അനുഷ്ഠാനങ്ങളും എല്ലാ കാര്യങ്ങളും മുറ തെറ്റാതെ നടത്തുകയും സ്വന്തം അനുഷ്ഠാനം നടത്തുകയും വേണം. അതോടൊപ്പം തന്നെ ആശ്രമത്തിൽ വരുന്ന ആൾക്കാർക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുത്ത് അവരെ തൃപ്തരായി മടക്കി അയക്കണം. ഈ ചുമതലകളൊക്കെ ശിഷ്യനായ നിന്നെ ഏൽപ്പിക്കുകയാണ്. അധികം താമസിയാതെ സന്യാസി മറ്റു ശിഷ്യന്മാരും തീർത്ഥാടനത്തിന് പുറപ്പെട്ടു. ആശ്രമത്തിൽ ആ യുവ സന്യാസി ഒറ്റയ്ക്കായി. അപ്പോൾ ഒരു പ്രശ്നമുണ്ടായി. എന്തെന്ന് ചോദിച്ചാൽ, എല്ലാവരും കൂടെ ഒരുമിച്ച് ആശ്രമത്തിൽ താമസിച്ചിരുന്ന കാലത്ത് അവിടെ എലികളൊക്കെ വരുമായിരുന്നെങ്കിലും ഇത്ര രൂക്ഷമായിട്ടുള്ള ഒരു എലിശല്യം ഉണ്ടായിരുന്നില്ല. ഇവർ പോയതോടുകൂടി എലികളൊക്കെ പെറ്റുപെരി പൂജാദ്രവ്യങ്ങളും മറ്റു സാധനങ്ങളൊക്കെ നശിപ്പിക്കാൻ തുടങ്ങി. ഈ സന്യാസിയുടെ വസ്ത്രങ്ങൾ കടിച്ച് കീറാൻ തുടങ്ങി. അതുപോലെ തന്നെ രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ ദേഹത്തൂടെ ചാടിപ്പോവുകയും മറ്റ് ഇഴജന്തുക്കളൊക്കെ ആ ആശ്രമത്തിലേക്ക് കയറി വരാൻ തുടങ്ങി. അപ്പോൾ സന്യാസിക്ക് അതൊരു വലിയ അസ്വസ്ഥതയായി. അപ്പോൾ അവിടെ മിക്കവാറും വരുന്ന ഒരു ചെറുപ്പക്കാരുണ്ടായിരുന്നു. അദ്ദേഹത്തോട് സന്യാസി ഈ പരാതി പറഞ്ഞു, ഇവിടെ ഭയങ്കര എലിശല്യമാണ്, താമസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, എന്താ ഒരു പരിഹാരം? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, അതിന് പരിഹാരം ഒന്നേ ഉള്ളൂ, കുറച്ച് വിഷം വെച്ച് എലിയെല്ലാം കൊന്നുകളയുക. അത് പറ്റില്ല, അഹിംസ ആചരിക്കുന്ന ഒരു സന്യാസിയാണ് ഞാൻ, എനിക്ക്
വധം ഭൂഷണമല്ല. അതല്ലാതെ എന്തെങ്കിലും ചെയ്യുവാനുണ്ടോ? അപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്തിട്ട് സ്വാമി, ആശ്രമത്തിൽ 2 പൂച്ചക്കുട്ടികളെ വളർത്തുക. പൂച്ചകളുടെടുത്ത് എലി വരാൻ സാധ്യത വളരെ കുറവാണല്ലോ. സന്യാസി ഒരു നിമിഷം ചിന്തിച്ചിരുന്നു. അത് ഒരു നല്ല ഐഡിയ ആണെന്ന് സന്യാസിക്ക് തോന്നി. ശരി, എങ്കിൽ അങ്ങനെയാകട്ടെ. അപ്പോൾ പൂച്ചക്കുട്ടികളെ നമുക്ക് എവിടെ കിട്ടും? അതിന് സ്വാമി പേടിക്കൊന്നും വേണ്ട. വീട്ടിലൊരു പൂച്ച പ്രസവിച്ചിട്ടുണ്ട്. അതിൻ്റെ 2 കുട്ടികളെ ഞാൻ നാളെ തന്നെ ഇവിടെ കൊണ്ടുതരാം. അങ്ങനെ 2 പൂച്ചക്കുട്ടികളെ ആശ്രമത്തിൽ കൊണ്ടുവന്നു. അപ്പോൾ മറ്റൊരു പ്രശ്നം, ആ പൂച്ചക്കുട്ടികൾ ഇപ്പോൾ പാല് മാത്രമേ കുടിക്കുകയുള്ളൂ. അപ്പോൾ പാല് വേണമല്ലോ. അതിനിപ്പോൾ എന്തു ചെയ്യും? അതിനും പോകും വഴി ആ ചെറുപ്പക്കാരൻ പറഞ്ഞു കൊടുത്തു. സ്വാമി ഒരു കാര്യം ചെയ്തു, ഇവിടെ അയലോക്കത്തുള്ള എല്ലാ വീടുകളിലും പശുക്കറവയുണ്ട്. എല്ലായിടത്തും പശുവുണ്ട്, പശുക്കറവയുണ്ട്. സ്വാമി ഒരു പാത്രം കൊണ്ട് ഓരോ ദിവസവും ഓരോ വീട്ടിൽ ചെന്നിട്ട് പൂച്ചയ്ക്ക് വേണ്ടി ശകലം പാല് ചോദിച്ചാൽ ആരാ തരാത്തത്? സന്യാസി ചിന്തിച്ചു, ശരിയാണ്, അങ്ങനെ ചെയ്യാം. പിറ്റേ ദിവസം രാവിലെ മുതൽ സന്യാസി ഒരു പാത്രം എടുത്തുകൊണ്ട് ഓരോ വീടുകളിലും കയറും. എന്നിട്ട് പാല് വാങ്ങി പൂച്ചയ്ക്ക് കൊണ്ട് കൊടുക്കും. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം വഴിയിൽ വെച്ച് ഒരു പ്രായമുള്ള ഒരു മനുഷ്യൻ സന്യാസിയെ കണ്ടു. സ്വാമി അങ്ങോട്ടാ? അല്ല, പൂച്ചയ്ക്ക് അല്പം പാല് വേണമായിരുന്നു, അത് വാങ്ങാൻ പോവുകയാണ്. അത് എവിടുന്നാണ് വാങ്ങുന്നത്? അല്ല, ഓരോ ദിവസവും ഓരോ വീട്ടിൽ നിന്ന് ദാനമായിട്ട് തരികയാണ്. ഞാൻ തന്നെ പോയി വാങ്ങുകയാണ് പതിവ്. അയ്യോ സ്വാമി, ഇത്രയും കഷ്ടപ്പെട്ട് ഈ മഞ്ഞത്തും മഴയത്തും ഒക്കെ ഓരോ വീടുകളിലും കയറി ഇറങ്ങേണ്ട കാര്യമുണ്ടോ? അതിനൊരു പരിഹാരം ഞാൻ പറഞ്ഞു തരാം. എന്താണ്? കേൾക്കട്ടെ. സ്വാമി ഒരു കാര്യം ചെയ്യും, ആശ്രമത്തിൽ ഒരു പശുവിനെ വളർത്തുക. അപ്പോൾ ആശ്രമത്തിലേക്ക് വേണ്ടിയ പാല് കിട്ടും, തൈര് കിട്ടും, നെയ്യ് കിട്ടും, വെണ്ണ കിട്ടും. ഈ പ്രശ്നത്തിൻ്റെ പരിഹാരമാകുകയും ചെയ്യും. സ്വാമിക്ക് ഇങ്ങനെ നടന്ന് ഓരോ വീടുകളിലും കയറി ഇറങ്ങേണ്ട കാര്യവുമില്ല. സ്വാമി ഒരു നിമിഷം ചിന്തിച്ചു, ശരിയാണ്, എങ്കിൽ വളർത്താമല്ലേ? അപ്പോൾ പശുവിനെ എവിടെ കിട്ടും? ആ കാര്യത്തിൽ സ്വാമി പേടിക്കണ്ട. എൻ്റെ വീട്ടിൽ പശുവുണ്ട്. ഒരു പശുവിനെയും ക്രാവിനെയും കൂടെ ഞാൻ നാളെ തന്നെ ആശ്രമത്തിന് ദാനമായി തരികയാണ്. സന്യാസിക്ക് സന്തോഷമായി. പശുവിനെയും ക്രാവിനെയും പിറ്റേ ദിവസം തന്നെ ആശ്രമത്തിൽ കൊണ്ടുവന്നു. അപ്പോൾ മറ്റൊരു പ്രശ്നമുണ്ടായി. എന്തെന്ന് ചോദിച്ചാൽ, രാവിലെ പശുവിനെ ഇറക്കിക്കെട്ടണം, ചാണകം വാരണം, എരുത്തോട് കഴുകണം, പശുവിനെ കുളിപ്പിക്കണം, അതിനെ കറക്കണം, പിന്നീട് അതിനെ മാറ്റി കെട്ടണം, സമയാസമയങ്ങളിൽ വെള്ളം കൊടുക്കണം. അതോടൊപ്പം തന്നെ അതിന് കഴിക്കാനുള്ള പുല്ല് ചെത്തുകയും വേണം. ഇത്രയും ജോലിയുണ്ടായി. കുറച്ച് ദിവസം ഒക്കെ ഇത് ചെയ്തപ്പം സ്വാമിക്ക് വലിയ ബുദ്ധിമുട്ടായി. സ്വാമിക്ക് അല്ലാതെ ആശ്രമത്തിൽ ധാരാളം പണികളുണ്ട്, ഇവിടുത്തെ പൂജകളുണ്ട്, അതോടൊപ്പം തന്നെ സ്വന്തം അനുഷ്ഠാനങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇതെല്ലാം കൂടെ വന്നപ്പോൾ സ്വാമിക്ക് ആപ്പാടെ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നി. ആ ചെറുപ്പക്കാരൻ വന്നപ്പോൾ ഈ കാര്യങ്ങളൊക്കെ സ്വാമി പങ്കുവച്ചു. ഇന്നുപോലെ ഇപ്പോൾ വലിയ പ്രയാസമാണ്, സ്വന്തം അനുഷ്ഠാനം പോലും നടത്താൻ സമയം കിട്ടുന്നില്ല, അതുകൊണ്ടിപ്പോൾ എന്താ ചെയ്യുക എന്ന് ചോദിച്ചു. അപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, അതിന് നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. ഒരൊറ്റ മാർഗം മാത്രമേ ഉള്ളൂ. അതിന് സ്വാമി ഒരു വിവാഹം കഴിക്കണം. സ്വാമി പറഞ്ഞു, ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്ന ഒരു സന്യാസി പരമ്പരയാണ് ഞങ്ങളുടേത്. അതുകൊണ്ട് വിവാഹം കഴിക്കുക എന്നുള്ളത് ഒരിക്കലും പറ്റത്തില്ല. മറ്റെന്തെങ്കിലും മാർഗം പറയാനുണ്ടോ? സ്വാമി വിവാഹം കഴിക്കുക, അതാണ് നല്ലത്. പണ്ട് സന്യാസിമാർക്കെല്ലാം ഭാര്യമാരുണ്ടായിരുന്നു, മുനികുമാരന്മാർ, മുനികുമാരിമാർ എന്നൊക്കെ കേട്ടില്ലേ? അവരെല്ലാം ഗൃഹസ്ഥാശ്രമികളായിട്ട് സന്യാസിയായിട്ട് ജീവിക്കുകയായിരുന്നു. പിന്നീട് ആണ് ഈ സന്യാസത്തിൻ്റെ രൂപം മാറി ബ്രഹ്മചാരികളായിട്ട് ഉള്ള സന്യാസിമാരുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് വിവാഹം കഴിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അപ്പോൾ കഴിക്കാമല്ലേ? ആ കഴിക്കാം. അല്ല, നമ്മളിപ്പോൾ വിവാഹം കഴിക്കുകയാണെന്ന് വെച്ചോ, അപ്പോൾ നമുക്ക് ഒരു പെണ്ണിനെ കിട്ടാൻ ബുദ്ധിമുട്ടല്ലേ? ഒരു ബുദ്ധിമുട്ടുമില്ല. ഇവിടെ അടുത്ത് ഒരു നല്ല സുന്ദരിയായ പെണ്ണുണ്ട്. സ്ത്രീധനം കൊടുക്കാൻ കാശില്ലാത്തത് കൊണ്ട് അവിടെ വിവാഹം അല്പം താമസിക്കുന്നു എന്ന് മാത്രം. സ്വാമിയും സുന്ദരനാണല്ലോ. സ്വാമിക്ക് ചേരുന്ന നല്ലൊരു പെൺകുട്ടിയാണ്, വിദ്യാഭ്യാസമുള്ള പെണ്ണാണ്,
അതിനെ നമുക്ക് ആലോചിക്കാം. സ്വാമി ഒന്ന് പുഞ്ചിരിച്ചു. ആ എങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ സ്വാമിയുടെ വിവാഹം കഴിഞ്ഞു. അപ്പോൾ ആശ്രമത്തിൽ ഇപ്പോൾ പശുവിൻ്റെ കാര്യങ്ങൾ നോക്കാൻ, സ്വാമിയുടെ കാര്യങ്ങൾ നോക്കാനും, സ്വാമിക്ക് സമയാസമയങ്ങളിൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനും എല്ലാം ആളായി. അങ്ങനെ 4-5 വർഷം കടന്നുപോയ സമയത്ത് തീർത്ഥാടനത്തിന് പോയിട്ടുള്ള സന്യാസിയും അവരുടെ ശിഷ്യന്മാരും മടങ്ങിയെത്തി. അവർ നോക്കുന്ന സമയത്ത് ആശ്രമത്തിൻ്റെ മുറ്റത്ത് 2-3 കുട്ടികൾ ഇത് കാണിക്കുന്നു. യുവാവായ സന്യാസി ഗുരുവിൻ്റെ കാൽപാദങ്ങൾ വീണ് ക്ഷമ യാചിച്ചു. എന്നോട് ക്ഷമിക്കണം, എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് ഗുരുവിനോട് പറഞ്ഞു. അപ്പോൾ ഗുരുവായ സന്യാസി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് ഒരു തെറ്റും പറ്റിയിട്ടില്ല. നീ ചെയ്തത് ശരിയായിട്ടുള്ള കാര്യമാണ്. അന്ന് നീ ആശ്രമത്തിൽ വന്നപ്പോൾ സന്യാസം സ്വീകരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അന്നേരത്തെ നിമിത്തശാസ്ത്രവും രാശിയും ഒക്കെ പരിഗണിച്ച് ഞാനൊന്ന് ചിന്തിച്ചു നോക്കി. ഒരിക്കലും നിൻ്റെ ജീവിതത്തിൽ സന്യാസിയാകാനുള്ള യോഗം ഉണ്ടായിരുന്നില്ല. പക്ഷേ നിൻ്റെ തീവ്രമായിട്ടുള്ള അന്നേരത്തെ ആഗ്രഹം അതിനെ പ്രതിരോധിക്കാൻ കഴിയുമായിരുന്നില്ല. നിനക്ക് സന്യാസിയായേ മതിയാവും. അതുകൊണ്ടാണ് മന്ത്രോപദേശം തന്നത്. ഞങ്ങൾ തീർത്ഥാടനം കഴിഞ്ഞ് മറ്റൊരാശ്രമം കെട്ടി അവിടെയാണ് ഇപ്പോൾ വസിക്കുന്നത്. ഇന്നു മുതൽ ഈ ആശ്രമം ഇതിൻ്റെ ഭൂസ്വത്തുകളും എല്ലാം നിനക്ക് ഞങ്ങൾ ദാനമായി നൽകുകയാണ്. സന്തോഷകരമായി കുടുംബജീവിതം നയിച്ചാലും. അങ്ങനെ ശിഷ്യനെ അനുഗ്രഹിച്ച് ഗുരുവും മറ്റുള്ള ശിഷ്യന്മാരും യാത്രയായി. ഈ കഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ചില കാര്യങ്ങളിൽ തീവ്രമായ ചില ആഗ്രഹങ്ങളുണ്ടാവും. ആ ആഗ്രഹങ്ങൾ അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യും. പക്ഷേ അത് പൂർണ്ണമാകണമെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ഒരു ഈശ്വരാധീനവും അതോടൊപ്പം തന്നെ ജാതകത്തിൽ അതിനുള്ള ഒരു യോഗവും ഉണ്ടാകണം എന്നുള്ളതാണ്. കഥ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഒരു കാരണവശാലും മറക്കരുത്. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഒരു കഥയായി വരുന്നവരെ ബൈ.